അപ്പോൾ ഇന്നലത്തെ കണക്ക് പ്രകാരം നമുക്ക് 180 നോമിനേഷനാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 117 എണ്ണം നമുക്ക് കാൻഡിഡേറ്റുകളുണ്ട്. 117 കാൻഡിഡേറ്റുകളിൽ 88 കാൻഡിഡേറ്റുകളുടെ നോമിനേഷനാണ് നമ്മൾ സ്വീകരിച്ചത്. 29 റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം ഇന്ന് വിഡ്രോവലിന് ഇനിയും സമയമുണ്ട്. അതിനുശേഷം ഈ കണക്കുകൾ മാറും. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇതാണ് എന്നുള്ളതാണ് ആദ്യം അറിയിക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിലും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അത് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പത്രക്കുറിപ്പ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ജില്ലയിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യങ്ങളിൽ നമ്മൾ റാൻഡമൈസേഷൻ ശേഷം, ആദ്യത്തെ റാൻഡമൈസേഷൻ ശേഷം എല്ലാ മെഷീനുകളും നമ്മൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി കമ്മീഷനിങ്ങും മറ്റും നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 കൗണ്ടിംഗ് സെൻറ്ററുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുക. അതിൻ്റെയും സജ്ജീകരണങ്ങൾ തുടങ്ങാൻ ആയിട്ടുണ്ട്. അതിനുള്ള ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ അടക്കം ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. 3 എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിലുള്ള സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ ചിന്മയ ടെക്നോളജിയുടെ ചാലയിലുള്ള ക്യാമ്പസ്, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഇങ്ങനെ 3 സെൻറ്ററുകളിലാണ് കൗണ്ടിങ്ങുകൾ നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മുടെ വോട്ടിംഗ് ദിനത്തിന് മുന്നേ തന്നെ പോസ്റ്റൽ ബാലറ്റും ഹോം വോട്ടിങ്ങും നടന്നു കൊടുക്കും. ബാലറ്റ് പ്രിൻറ്റിങ് നമ്മൾ ഈ കാൻഡിഡേറ്റുകളുടെ വിഡ്രോവലിന് ശേഷം ബാലറ്റുകൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കും. ആ പ്രിൻറ്റിങ് കിട്ടിയ ബാലറ്റുകൾ വെച്ചിട്ട് 30-ാം തീയതി മുതലാണ് നമ്മൾ ഹോം വോട്ടിംഗ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 85 വയസ്സിന് മുകളിലുള്ളവരും അതേപോലെ തന്നെ ഫിസിക്കലി 40% മുകളിൽ ഭിന്നശേഷി ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുള്ളതാണ് ഈ ഹോം വോട്ടിംഗ് എന്നുള്ള ഒരു ഫെസിലിറ്റി. നമ്മുടെ ജില്ലയിൽ ഏകദേശം 1800 സീനിയർ സിറ്റിസൺസും, അത് 85-ന് മുകളിലുള്ളവരാണ് ഈ കൗണ്ടിൽ വന്നിട്ടുള്ളത്. 22,928. അപ്പോൾ 40,000-ഓളം വോട്ടർമാർ ഹോം വോട്ടിങ്ങിലേക്ക് പോകും. അത് പോളിംഗ് ഡേന് മുമ്പ് തന്നെ 203 ടീമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 203 ടീമുകൾ വെച്ചുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് സ്പെഷ്യൽ പോളിംഗ് ടീമുകൾ, സ്പെഷ്യൽ പോളിംഗ് ടീം എന്ന് പറയുമ്പോൾ പോളിംഗ് ഓഫീസർ, മറ്റുള്ള പോളിംഗ് സ്റ്റാഫ്, പോലീസ് ഉദ്യോഗസ്ഥൻ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ എന്നടക്കമുള്ള BLO അടക്കമുള്ള ടീമായിരിക്കും ഇവിടെ പോവുക. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.